എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് BM800 എന്ന് പറയുന്ന ഈ ഒരു മൈക്രോഫോണിന്റെ റിവ്യൂ ആണ്. ഈ ഒരു മൈക്രോഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ എന്റെ സെക്കൻഡ് ചാനലായ VTVC വ്ലോഗ് എന്ന് പറയുന്ന ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണും, അല്ലെങ്കിൽ മെയിലിൽ ഐക്കാർഡ് ഞാൻ ഉൾപ്പെടുത്തിയേക്കാം. നമുക്ക് വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഫഷണൽ മൈക്രോഫോൺ ആണ് BM800 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോഫോണിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോയുടെ അടക്കം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ആദ്യം തന്നെ നമുക്ക് മൈക്രോഫോൺ മേടിച്ചപ്പോൾ മൈക്രോഫോണിന്റെ ബോക്സിൽ കിട്ടിയ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഈ മൈക്രോഫോൺ മേടിച്ചപ്പോൾ മൈക്രോഫോൺ കൂടാതെ നമുക്ക് മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു മൈക്രോഫോണിൽ നിന്ന് മൊബൈലിലോട്ടോ കമ്പ്യൂട്ടറിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്ട്രുമെന്റിലോട്ടോ കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള കേബിളാണ് ഈ ഒരു മൈക്രോഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് നമുക്ക് ലഭിക്കുന്ന കാര്യം എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ആണ്. അതായത് നമുക്ക് ഈ ഒരു മൈക്രോഫോണിൽ ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പതറിച്ച് അതുപോലെ തന്നെ ഈ കിളികൾ ചതയ്ക്കുന്ന പോലത്തുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫിൽറ്റർ നമുക്ക് ഒരു മൈക്രോഫോണിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഉപകാരം തന്നെയാണ് ഈ ഒരു മൈക്രോഫോണിലൂടെ ലഭിക്കുന്ന ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ലഭിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മൈക്രോഫോണിന്റെ ഹോൾഡർ ആണ്. ഈ ഒരു ഹോൾഡറിൽ നമ്മൾ ഈ ഒരു മൈക്രോഫോൺ വെച്ച് ഓഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൈക്രോഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോവുകയോ ചെയ്താൽ ഈ ഒരു ഹോൾഡർ ഈ ഒരു മൈക്രോഫോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹോൾഡർ ഉപയോഗിച്ച് നമുക്ക് എക്സ്ട്രാ സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു മൈക്രോഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ഒരു ബോക്സിനോട് ലഭിക്കുന്ന കുറച്ച് വാറണ്ടി ഗ്യാരണ്ടി ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൈക്രോഫോൺ മേടിക്കുമ്പോൾ മൈക്രോഫോണിന്റെ ബോക്സിലും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇനി നമുക്ക് നേരെ മൈക്രോഫോണിലോട്ട് വരാം. ആദ്യം നമുക്ക് മൈക്രോഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ഡിസൈൻ ആണ് ഈ ഒരു മൈക്രോഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തിരിക്കുന്ന ഗോൾഡൻ കളറാണ്. നമുക്ക് ബ്ലൂ ബ്ലാക്ക് തുടങ്ങിയ കളറുകളിലെല്ലാം ഈ ഒരു മൈക്രോഫോൺ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മൈക്രോഫോണിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഈ ഒരു മൈക്രോഫോൺ നൽകിയിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ മൈക്രോഫോണിൽ നമുക്ക് BM800 എന്ന് പറയുന്ന മോഡൽ നെയിം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴ്വശത്തോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ കേബിള് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൈക്രോഫോണിന്റെ ബോഡിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് സ്വിച്ചും കാര്യങ്ങളും തന്നെ ഈ ഒരു മൈക്രോഫോൺ നൽകിയിട്ടില്ല. സോ ഇതാണ് ഈ ഒരു മൈക്രോഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇനി നമുക്ക് ഈ ഒരു മൈക്രോഫോൺ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നോക്കാം. അതായത് നിങ്ങളൊരു മൈക്രോഫോൺ മേടിക്കുന്നത് മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ കണക്ട് ചെയ്ത് ഓഡിയോ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൈക്രോഫോണിൻ്റെ കൂടെ ഈ ഒരു OS കേബിളും കൂടെ മേടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ മൈക്രോഫോണിലൂടെ ലഭിക്കുന്ന കേബിൾ എന്ന് പറയുന്നത് 3.5mm ഓഡിയോ ജാക്ക് ഉള്ള കേബിൾ അല്ല. നമ്മുടെ സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ വരുന്നത് 3.5mm ഓഡിയോ ജാക്ക്. ഈ ഒരു ജാക്കിൽ നിന്ന് 3.5mm ഓഡിയോ ജാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കേബിളാണ് ഈ ഒരു OX കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു OX കേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മൈക്ക് മറ്റ് ഡിവൈസിലോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മൈക്രോഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു OX കേബിൾ കൂടെ നിർബന്ധമായിട്ട് മേടിക്കേണ്ട ഒന്നാണ്. സോ അതാണ് നമ്മൾ ഈ ഒരു മൈക്രോഫോൺ മേടിക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു മൈക്രോഫോണിന്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന BM800 എന്ന് പറയുന്ന ഈ ഒരു മൈക്രോഫോണിലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ഒരു ഓഡിയോ ക്വാളിറ്റി അല്ല ഈ ഒരു മൈക്രോഫോണിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈക്രോഫോണിന്റെ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഒരു മൈക്രോഫോണിന്റെ നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതനുസരിച്ച് ഓഡിയോ കുറയുകയും കൂടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്രോഫോണിന്റെ ഒരു പോരായ്മ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മൈക്രോഫോൺ ഇത്ര അടുപ്പിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഓഡിയോ ഈ ഒരു മൈക്രോഫോണിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. നമുക്ക് സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു മൈക്രോഫോൺ ഇത്ര അടുപ്പിച്ചൊക്കെ വെക്കാൻ സാധിക്കും. സോ നമ്മളിപ്പോൾ കയ്യിലൊക്കെ പിടിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയെങ്കിലും അടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ഒരു മൈക്രോഫോണിൽ ലഭിക്കത്തുള്ളൂ. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ്